അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ണിൽ ഉടക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ, അധികം റേറ്റ് ഇല്ല. ഓ എന്തൊരു ഭംഗിയില്ലേ. ചായ പറഞ്ഞ് പോയിക്കാം. ഗൈസ്, നമ്മൾ ഈ ഒരു ലുക്കാണ് റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റിക്രിയേറ്റ് അല്ല, ഈ ഒരു ലുക്കാണ് ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഓറഞ്ച് ഇട്ടാലോ? ഓറഞ്ച് അത്ര മാച്ച് ഉണ്ടോ? എനിക്ക് ഇഷ്ടമായില്ല. വെൽവെറ്റിന്റെ പൊട്ട് മതി. എനിക്കും വെൽവെറ്റ്. നോ 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 നോ. രസം. എന്തിനാ വെറുതെ? സൂപ്പർ പൊട്ട്. മിക്കവാറും എന്റെ വീട്ടിൽ നിന്ന് ഓടിക്കും. എന്റെ പപ്പയൊക്കെ എന്നെ ആട്ടി തല്ലും. ഹേ ഗായ്സ്, അപ്പൊ നമ്മളുടെ കൂടെ ഇന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ പ്രസന്നരാണ്. എന്താണ് പ്രസന്റ് ആണ്. ഞാൻ മലയാളം പറയാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മലയാളം വീട് കിട്ടുന്നില്ല. ഈ 2 ലൈറ്റ് വേണ്ട. പിന്നെ ഇവിടെ ഹാനിയും കൂടി ഉണ്ട്. ഹൈമി ഉണ്ട്, ഹാനി ഉണ്ട്, ആൻഡ് ഞാനും ഉണ്ട്. ആൻഡ് വി ആർ ഓൾ സെറ്റ് വിത്ത് അവർ ആക്സസറീസ്, ലൈക്ക് ആക്സസറീസ് ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പം റീസെൻ്റ്ലി ഞാൻ കുറച്ച് ഹുദ ബ്യൂട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ എനിക്ക് അവരൊരു ഹുദ ബ്യൂട്ടിൻ്റെ ബാഗ് കൂടി തന്നു. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ സൂൺ ഇതിൽ നിന്ന് മാറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതാ നമുക്ക് ആലോവേര ജെല്ലുണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, സീറം ഉണ്ട്, നമ്മളുടെ കയാലിൻ്റെ സ്പ്രേ ഉണ്ട്. കയാലി ഹുദ ബ്യൂട്ടീൻ്റെ ഇതാണ് കേട്ടോ, എന്താ പറയുക, പെർഫ്യൂം റേഞ്ചാണ്. പിന്നെ നമ്മളുടെ മോയ്സ്ചറൈസർ ഉണ്ട്, ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതെൻ്റെ ക്യൂട്ട് ഫ്രീ കിട്ടിയ കോമ്പാക്റ്റ് ആണ് കേട്ടോ. 0.5x ഇടാം, എന്നാ പിന്നെ എല്ലാരും കാണുമല്ലോ. മതിയോ? പക്ഷെ ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ലേ. മൈക്രോസോഫ്റ്റിന്റെ പാസ്വേഡ് പറഞ്ഞാ മറ്റെനിക്ക് എക്സൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, നമ്മള് ലെൻസ് വെക്കാണ്. അപ്പൊ ഞാൻ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച്, ഐമിന്റെ അഭിപ്രായം മാനിച്ച് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ 0.5x കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. വൈഡ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ലെൻസ് വെക്കുകയാണ്. ജസ്റ്റ് ജൽദി ലെൻസ് വെക്കുകയാണ്. ആക്ച്വലി ഇന്നലെ 3 മണി ആയിട്ടുണ്ട് ഉറങ്ങി. അപ്പം അതിൻ്റെ ഉറക്കക്ഷീണം എനിക്ക് നല്ലതായിട്ട് കണ്ണിലുണ്ട്. ഇപ്പം ലെൻസ് കൂടി വെച്ച് ഞാൻ ഇറിറ്റേഷൻ ആവും, മിക്കവാറും ആവും. അങ്ങനെയാണെങ്കിൽ എടുത്തൊഴിവാക്കും. അതാ നമ്മൾ ലെൻസ് വെക്കുമ്പോൾ ലെൻസ് സൊല്യൂഷൻ ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിലും കയ്യിലേക്ക് തന്നെ പോരും കേട്ടോ. നമ്മുടെ ലെൻസ് കൊണ്ട് ലെൻസ് സൊല്യൂഷൻ അധികം ആവാൻ പാടില്ല. കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂവിൽ ജസ്റ്റ് വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ തന്നെ പോവും. എന്താ ഒരുപാടുണ്ട്. Oh, extremely discomfort. പക്ഷെ ഭയങ്കര രസം കേട്ടോ. അറിയാം. No, something is wrong. ചോന്തല്ലോ.
എന്തിനാല്ലേ ആരതൊക്കെ ശരിക്കും കണ്ടുപിടിച്ച ഈ ലെൻസൊക്കെ ഇതൊക്കെ ഇടണ് കണ്ണല്ലേ ചേർക്കട്ടെ. കണ്ടടിച്ച് തല വരാൻ വന്നോളൂ. ഇനി നമ്മൾ ഈ സാധനത്ത് മാറ്റി കണ്ടിവിടെ വേറെ സാധനം കുറച്ച് കുറേ കഴിഞ്ഞു. വൺസ് അഗെയിൻ നമ്മൾ ട്രൈ ചെയ്യാണ്. ഷൈൻ അവിടെ ഇരുന്ന് വേറെ കുറെ പ്രാന്ത് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡ് കണ്ണ് കണ്ടിട്ട് ചെറിയൊരു തടച്ചിലുണ്ട്. അത് മാറിക്കോളും. എനിക്ക് അങ്ങനത്തെ ലെൻസ് ഇടുന്നൊരു പ്രശ്നമാണ്. അതിന് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വെഡിങ്ങിന്റെ മേക്കപ്പ് ചെയ്തപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ലെൻസ് സൊല്യൂഷൻ അല്ലേ? എനിക്കും ചെയ്യണം. ലെൻസ് എനിക്ക് ചെയ്യണ ഒരാളാണ് വീഡിയോ ഫോട്ടോ മാത്രം. നല്ല ഇഷ്ടം നല്ല ഇഷ്ടം കൊണ്ട് കഴിയും. യെസ് യെസ് അങ്ങനെ തന്നെ വെക്കുക. ശരി ശരി. ഒരാൾക്ക് 1000 വെച്ച് തരുമോ ചോക്ക്. ഫേസ് ട്രാക്കിംഗ് ഒക്കെ DJ ആപ്പ് ഓപ്പൺ ആക്കി എന്നെ പറ്റിയൊന്നും അറിയില്ലേ? ഞാനും ചെയ്യും. എന്നെ അടുത്ത് തന്നെ പഠിച്ച അടിപൊളിയായിട്ട് ചെയ്യുന്നൊക്കെ എന്റെ കുഞ്ഞിത്താത്തന്ന് പറയും. അപ്പനക്ക് കുഴപ്പമില്ല. കുഞ്ഞിത്താത്തേ കുഞ്ഞിത്താത്ത ചെറിയ ആൾക്കാന്ന് പറയും. എനിക്ക് വർക്ക് എടുത്തുണ്ടായതായിമ നല്ല ഞാനും പ്രൊഫഷണൽ. അപ്പൊ 500 ആയിരം തന്നെ 500 എനിക്ക്. അപ്പൊ എന്തൊരു ബിസിനസ്സാണ് അപ്പൊ ഇവിടെ. അപ്പൊ 10 ഇതാവുമ്പോ എനിക്കും 10,000 5,000 കിട്ടും. എനിക്ക് 5,000 ഫുൾ അങ്ങനെ എല്ലാ ബിസിനസ്. കുട്ടിയാക്കോ? എല്ലാ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരാൾ തന്നെ ചെയ്യാനൊന്നും കഴിയുണ്ടാവില്ല ആ ടൈമിന്റെ ഉള്ളില്. ചോദിച്ചാണെങ്കിൽ 1000 ചോദിച്ചോക്കാം, അല്ലെങ്കിൽ 500 ചെയ്തരാന്നും പറഞ്ഞു. ആ കുട്ടികളെ കയ്യിൽ നിറച്ച് പുട്ടി ഇട്ട് കൊടുത്താൽ മതി. എന്താ ഡാൻസിനല്ലേ? ഡാൻസിന് അങ്ങനത്തെ പുട്ടി വേണ്ടി വരും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോ പോകില്ലേ? അതിന് പുട്ടി വേണ്ടി വരും. സോ ഗൈസ്, അല്ല നിങ്ങൾക്ക് ബോറടിക്കൂലേ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാല്? ഞാൻ കണ്ടു പഠിച്ചണം കൂടെ ഉണ്ട്. ആദ്യം എന്ത് തിന്നാളല്ല, ആദ്യം നമുക്കിനി ഹെയർ റേസ് ചെയ്യണം. This is Alps goodness Alvara Chal. Alps goodness. എന്റെ കണ്ണിന്റെ ഇടയിൽ എത്ര നല്ല വഴുവഴുപ്പ്. ഇന്നലെ 2 മണിക്ക് ഞാൻ ഉറങ്ങിയത്. ഇന്നലെ 3 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോഴും ഇന്നലെ 12 മണിക്കാണ് ഞാന് സിറോണന്റെ റേസർ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് റേസർ വാങ്ങണം. ഞാൻ അത് എടുക്കട്ടെ. എന്തിനാണത് തേക്കാന്? എന്തിന്? മൂത്ത്. എന്തിനാ മൊത്തം തേക്കണ്? ഇത് തേച്ചല്ല ഞാൻ ആനിന്റെ കൈ തട്ടല്ലോ. അയിമി ചെയ്യണ്ടല്ലോ പട്ടുപാടി കിട്ടും. പിന്നെ വേറെ ഡിഷ് എടുക്കണ്ടേ? ഞാൻ ഐമിന്റെ കൈ തട്ടല്ലോ. നമുക്ക് 2 ഒരു ദിവസം ചെയ്യാം. ആക്റ്റീവ് ആക്കണേന്റെ മോൾ കൂടെ ചെയ്യരുത് കേട്ടോ. എന്റെ ഒക്കെ ഫുള്ള് പാടുകളാണ്. ഇങ്ങനെ പൊന്തി കിടക്കണ കുരുവാണെങ്കിൽ ഞാൻ ചെയ്യില്ല. നമുക്ക് പോസ്റ്റ് ഇടാനല്ലേ, നമുക്ക് ഓണത്തിന് അടുപ്പിച്ച് ചെയ്യാം. എന്നാ ഇന്ന് ഒരുങ്ങിക്കൊന്ന് നമുക്ക് ഗ്രൂപ്പ് ഷൂട്ട് ചെയ്യാലോ, നല്ല രസം ഉണ്ടാവും. എനിക്ക് സാരി ഒക്കെ എടുക്കാം. എനിക്കൊന്ന് സാരി എടുത്തരാൻ വേറെ ആളോ ഉമ്മച്ചൊക്കെ അറിയണമെങ്കിൽ കുഴപ്പമില്ല. ഉമ്മച്ചി മറന്നു പട്ടേ പൊങ്ങന്തങ്കീതാട്ടെ വട്ടന്റെ ആൾക്കാർ കമന്റിടും, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ തെറി പറയും. എന്താ മേലെ ഇന്നലെ ഇട്ടതാ ഒരു ലൈന്. അത് ഇവിടെ തലവരച്ചല്ലായി, മറ്റോടത്ത് ഡ്രൈ ആയി അടുത്ത് കളർ മാറിയത്.
ഗൈസ് ഇന്ന് രാവിലെ ഞാനൊരു തീരുമാനം എടുത്തു. തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി ഉറച്ച തീരുമാനം ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമൊക്കെ. ഷാൻഷ ഒരു സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ഇനി ഇന്നു മുതൽ ഞാൻ ഈ ഷുഗർ, അതായത് ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ ഇനി തിന്നൂല. അതായത് തിന്നും, സൺഡേ ആണ് നമുക്കത് തിന്നാനുള്ള ദിവസം. സൺഡേയിൽ ഞാൻ ചെറിയൊരു ചോക്ലേറ്റ് കഴിക്കും. അതായത് ഒരു മിനിമം അല്ല, മാക്സിമം ഒരു 50 രൂപയ്ക്കുള്ള ചോക്ലേറ്റ് കഴിക്കുള്ളൂ. അതായത് ഒരു 50 രൂപേന്റെ താഴെയുള്ള ചോക്ലേറ്റ് മാത്രമേ ഇനി കഴിക്കുള്ളൂ. ഇന്നലത്തോട് കൂടിയിട്ട് നമ്മള് ഷുഗർ തീറ്റ, ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഷുഗർ തീറ്റ. ഇന്ന് മുതൽ ഇനി തിന്നൂല. പിന്നെ ചായയില് മധുരം ഇടും, പക്ഷെ മധുരം കുറയ്ക്കും. അതൊരു ടേസ്റ്റും ഇല്ല, സാധാ വെള്ളം രാവിലെ. അതന്നെ ചായ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐ മീൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായന്റെ വൈബ് അത് അങ്ങോട്ട് കിട്ടണം കുടിക്കുമ്പോ. ഞാൻ പിന്നെ സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വലിച്ചു കുടിച്ചു ആനിന്റെ മുഖം ഇങ്ങനെ ഇരിക്കും, കാരണം 0.5x ആയിട്ട്. തണുക്കണില്ല ഇങ്ങനെ നിക്കല്ലേ എന്റെ മുഖം. ഇങ്ങനെ കഴിച്ചാൽ ഓൾറെഡി റൗണ്ട് ആയണ്ടേ. ഇങ്ങനെ ഇരിക്കല്ലേ, ഇത് പൊട്ടുട്ടി ചെയറ്. ഐബ്രോസ് ഇത്ര പോരെ, മതി. അധികം സമയം കളയാനല്ല, സൺലൈറ്റ് പോണതിന് മുന്നേ ഷൂട്ട് ചെയ്യാനുള്ളതാ. ഐ മീൻ ഗോൾഡൻ അവർ കഴിയുന്നതിന് മുന്നേ. സോ ഗൈസ് ഇനി ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരാട്ടോ. ഗൈസ് ഒരു കാര്യം ചെയ്തു, അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതായത് ഐ ഡ്രോപ്സ് കണ്ണിലേക്ക് ഓരോ ഡ്രോപ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കംഫേർട്ടായിരിക്കും കണ്ണിന്, ഡ്രൈ ഒന്നും ആവാതേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ സജസ്റ്റ് ചെയ്തു, ഇറ്റ് ഈസ് വർക്ക്. എന്ത് അതൊരു പേസ്റ്റിന്റെ പരസ്യം. ഇനി നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം ഫസ്റ്റ്. നല്ല ചെയ്യുന്നത് നമുക്ക് ആവശ്യം ചെയ്യാം. എൻ്റെ അടുത്ത് ഏതാ ടോണർ അറിയത്താ? ആം ഫ്രമിന്റെ ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങിയത്. അത് ഒരു മിൽക്കിന്റെ ഒരു കളർ വൈറ്റ്. ഞാൻ അത് കൊറിയ ബ്രാൻഡാണ്. എത്രയായി? 2000 something. 2000 അത് വലിയ കുപ്പി അത്ര വന്നേ. എന്തിനൊക്കെ വാങ്ങിയാണ്? ഞാൻ കൊറേ കാലമായി വിശ്വസിച്ചു പറഞ്ഞു വാങ്ങാൻ. എടുത്ത് വാങ്ങിയേ. ഞാനിപ്പോ പ്ലമ്മിന്റെ നയസിനമൈഡ് ടോണർ ആണ് അപ്ലൈ ചെയ്തത്. അപ്പം നയസിനമൈഡ് അപ്ലൈ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ എൻ്റെ ആസ് എ പാർട്ട് ഓഫ് മൈ സ്കിൻ കെയർ ഡെയിലി ആ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ടോണർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആസ് എ പാർട്ട് ഓഫ് മൈ സ്കിൻ കെയർ സീറം അപ്ലൈ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സാലിസിലിക് ആസിഡ് സീറം, നിയാസിനമൈഡ് സീറം അങ്ങനെയാണ് ചെയ്യുന്നത്. സോ നൗ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് നയസിനമൈഡ് സീറം ആണ്. ഞാനിപ്പോ ഇതേതാ ഡേംഡോക്കിന്റെ 10% നയസിനമൈഡ് സീറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ സീറം ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. എന്റെ സ്കിന്നിൽ ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെന്താ? അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ കണ്ടോ ഒന്ന് പോയിക്കണ്ട് കറുപ്പ് കളറിക്കണ്ടൊക്കെ കണ്ടോ അവിടെ ഒരു കുരു. ഇത് റബ്ബർ ഇട്ട് ചെയ്തോ.
ബാക്കിയൊക്കെ സർപ്രൈസ്. ഞാൻ ഡബർ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് അതിന്റെ ചുണ്ടുമ തട്ടി പൊട്ടി. എന്റെ റബ്ബേ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണതപ്പോ? ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഡോട്ട് ആൻഡ് കീന്റെ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ തരാം. ഇതിന്റെ സ്പാച്ചിലൂടെ അതിന് ഞാനിത് അത് ഇതിലുണ്ടായിരുന്നില്ലേ? ഇതിലുണ്ട്. ഇതാണ് ഇതിന്റെ സ്പൂൺ. കുപ്പിന്റെ പോലെ ഇത് മറ്റേ ഞാനിങ്ങനെ എടുക്കൂലേ ഒരു സാധനം, ഇത് മരം കൊണ്ടുണ്ടാക്കി അതേപോലെ നരക്കി വിട്ടു. സൂപ്പർ ബ്രൈറ്റ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ആണ്. വി ഹാവ് ടു അപ്ലൈ സം ലിപ് ബാം അപ്ലൈ ചെയ്യണം. അതിന് മുന്നായിട്ട് ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇന്ന് കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് പ്ലാൻ ഉണ്ട്. സോ ഞാനിപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇത്. സീക്ക ആൻഡ് ഹൈലറോണിക് ആസിഡ് അക്വാ ലൈറ്റ് സൺസ്ക്രീൻ ആണ്. SPF 50 ഉണ്ട്, PA++ ഉണ്ട്. PA++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. അതായത് UVA റേസ് എന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ആ പ്ലസിന്റെ ചിഹ്നം കൂടുന്നതിനനുസരിച്ച് അത്രയും നമുക്ക് UV റേസിന് പ്രൊട്ടക്ഷൻ കിട്ടും. പൊതുവേ സൺസ്ക്രീൻ അത്ര അപ്ലൈ ചെയ്യാത്ത ആളാണ് കേട്ടോ ഞാൻ. ബിക്കോസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ എനിക്ക് ഫേസ് ഇങ്ങനെ എക്സ്ട്രീംലി സ്വെറ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. റീസെൻ്റ്ലി ആണ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്തത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വെറ്റിംഗ് പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. എടുത്തോ, ഇന്നെടുത്തോ. ശരിക്കും എൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ പറയുക, സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നത് മൊത്തം നമ്മൾ ഫേസിലൊക്കെ ചെയ്യും. പക്ഷേ കണ്ണിൻ്റെ മുകളിലും അടിയിലും ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് അവിടെ മാത്രം ഇങ്ങനെ ഡള്ളായി കിടക്കുകയാണ്. അതിന് ശരിക്കും ഐ ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ഐ ക്രീം അങ്ങനെ യൂസ് ചെയ്യലില്ല. ഏതാ ന്യൂട്രോജിനെ? അത് ഇഷ്ടമില്ലാത്ത മണ്ണല്ലാതെ ഭയങ്കര ഒട്ടിപ്പാണ്. അത് വാങ്ങിട്ടാണ് ഈ പ്ലമ്മിന്റെ ഇത് വാങ്ങിക്കുന്നത് നല്ല സുഖമുണ്ട്, വലിയ കുഴപ്പമില്ല. വൈറ്റ് കാസ്റ്റ് ഇല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. ശരിയാ. സോ ഗൈസ്, നൗ വി ഷാൽ അപ്ലൈ ലിപ് ബാം. ലിപ് ബാം കിട്ടുന്നില്ലേ? ഇത് എൽഫിന്റെ റൈഡ് ഓർ ഡൈ ലിപ് ബാം ആണ്. ഞാൻ ഇട്ട പേരാണ് ചക്ക ലിപ് ബാം. ചക്കന്റെ മണം എന്നാണ് ഐമി പറയുന്നത്. നല്ല സുഖാട്ടത്. കളറ് നല്ലൊരു, പക്ഷെ ഇത് ജസ്റ്റ് പീച്ച് ഫ്ലേവർ ആണ്. ജസ്റ്റ് പീച്ച് ഫ്ലേവർ അല്ല കളർ. ആ അതന്നെ അതുണ്ട്. പക്ഷെ എനിക്ക് ചക്കയും പാഷൻ ഫ്രൂട്ടൊക്കെ കണ്ടപ്പോ തന്നെ ചുണ്ട അങ്ങനെ ആക്കാൻ തോന്നും. എനിക്ക് തിന്നാൻ തോന്നുന്നു. രണ്ടാള് രണ്ടു ഭാഗത്ത് ലിപ് ഗ്ലോസ് ഇട്ടിരിക്കുകയാണ്. ഇനി എവിടേക്ക് ലിപ് ബാം ഇടണം അതിന്റെ പുറത്ത്? കുറച്ച് നീ കൂടുതലും അപ്പൊ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യണം. ആ നല്ല ഹൈഡ്രേറ്റഡ്. അയ്യോ ഇനി ഹൈഡ്രേറ്റ് ആവാനൊന്നുമില്ല. അയ്യോ കുറച്ച് ഓറില്ലേ ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇനി അധികം നമുക്ക് കൊഞ്ചി കളിച്ചിരിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് ചെയ്യണം. അടുത്തായിട്ട് ഞാൻ മാക്കിന്റെ കുറച്ച് സ്ട്രോപ്പ് ക്രീം. ഇത് മാക്കിന്റെ ഫൗണ്ടേഷൻ വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഫ്രീബി ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഇത്ര ചെറുത്. ഈ സൈസിലൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആയി. ദല്ലിയിലെ ചെറിയ ബോട്ടിലായി ഇതൊന്നും ഒരു ഗ്ലോക്ക്. പക്ഷെ ഇത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇപ്പൊ ഇതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്ലോയൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ടുപോകും. അങ്ങനെ വിസിബിൾ ആവുമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇത് അപ്ലൈ ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ദ ഫേസ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. നെസസറി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രം ചെയ്യണുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ആയിരിക്കും. മിക്കവാറും അഫോർഡബിൾ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ബേസ് എല്ലാം ചെയ്യുക. ബേസ് വൈസ് എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. ആനി എന്റെ ഹെയർ ഡ്രൈ ആക്കിക്കൊണ്ട് ആനി എനിക്ക് വെക്കൂല. ഇനി ഫേസിലുള്ള ഡിസ്കളറേഷൻസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈഡ് ആക്കണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇവാ കോസ്മെറ്റിക്സിന്റെ ആണ്. ബാഗ് എവിടെ? എന്താ ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ ഇത് വെച്ചിട്ട് ചെയ്താൽ മതി.
ഇബ കോസ്മെറ്റിക്സിന്റെ മീഡിയം ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ അത് ഞാൻ കുറച്ച് എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ പിഗ്മെൻറ്റ്സ് ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് അപ്ലൈ ചെയ്യാണ്. ഇത് കൺസീലർ അല്ല, ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ജീജുവിന്റെ തല വാരലുണ്ടെന്നുണ്ടോ ഉദ്ദേശിച്ചു. അപ്പനക്കൊക്കെ ആണെങ്കിൽ ആവശ്യമില്ല. അപ്പനക്ക് എന്ത് അപ്പനക്ക് എക്സ്ട്രാ ആവശ്യമില്ല. എന്താ അറിയോ, ഫൗണ്ടേഷൻ ഇട്ടെടുക്കുക. ഇവിടെ ഇങ്ങനെ കത്തിക്ക് അല്ലെങ്കിലും ഇതിനെ കുറച്ച് ബ്ലഷ് ഇടുക. കഴിഞ്ഞു, തെറ്റായി മുട്ടും വേണ്ട. പിന്നെ നല്ല ചോപ്പ് ലിപ്സ്റ്റിക്ക് തേച്ച് ആ ചുടുക്കിയാ പിങ്കിലിട്ട് വെച്ചാൽ മതി. നീറ്റായിട്ടുണ്ടായത് ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ. ഇതോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. ഇനി ഞാൻ ആദ്യം അപ്ലൈ ചെയ്തെടുത്തുനിന്ന് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങാണ്. കുറച്ച് ഡ്രൈ ആയോടത്തുനിന്ന് ഓവറായിട്ട് അല്ലാത്തോടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതിന് മുന്നേ ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ചത് മനഃപൂർവ്വം വെച്ചതാ. കാരണം ഇത്തിരി ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കവറേജ് കിട്ടും. പക്ഷെ നല്ല മാച്ച് ഉണ്ട്. ഇവിടെ കെട്ടുണ്ട്, അടീന്ന് കോമ്പ് ചെയ്തു. ഇനി മണ്ടന്നെ ഇവിടെ ഫുള്ളും ഗൈസ്, കുറച്ച് സാധനം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡിങ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അണ്ടർ ഐസിൻ്റെ മുകളിൽ പിന്നെ പെട്ടെന്ന് സെറ്റ് ആവുന്ന ഏരിയയൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഷാർലറ്റ് ടിൽബറിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് മീഡിയം എന്നായിരുന്നു ഷെയ്ഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഇബ കോസ്മെറ്റിക്സിൻ്റെ ടൈംലെസ് മോക്ക എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ചിന്നിൽ കുറച്ച് അപ്ലൈ ചെയ്തു, നോസിലും അപ്ലൈ ചെയ്തു ഇപ്പോൾ ഓൾറെഡി. ഇനി ചീക്കിൽ വേണം. അടിപൊളിയാണ്. നിങ്ങൾ പറയട്ടോ, നിങ്ങൾ അറിയണ ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്യണം പറയണ്ട കേട്ടോ. എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചോദിച്ചു എനിക്കിവിടെ ഗൈസ് പറയൂ, ഞാൻ ചാനൽ തുടങ്ങണ്ടേ? ഇത്തന്റെ ബ്യൂട്ടി സീക്രറ്റ് എന്താ ചോദിച്ചു ക്ലാസ്സിലൊക്കെ. മേക്കപ്പ് പറഞ്ഞോളെ. ഇത് ക്യൂട്ടി പൈ ഇതെന്തോ ഒരു ചൊർക്കാണ് അങ്ങനെ പറയുന്ന ക്ലാസ് കുട്ടികളും ഇത് ക്യൂട്ടി പൈ ആണെന്നാ പറയാ. ഇതാണ് ബ്ലഷ് തന്നെയാണോ? മൊത്തത്തിൽ എന്റേതായ പോലെ തോന്നുന്നു. ഒരു കളറും ഇല്ല. അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യാൻ ഇന്നലെ മിഞ്ഞാന്ന് എടുക്കാൻ പോയപ്പോ ഇങ്ങനെ ആ പാട്ടിന്റെ പരിപാടിക്ക് പോയപ്പോ ഇങ്ങനെ ഇട്ട് ഒറ്റടിക്ക് ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇവിടെ അല്ലേ മറ്റേ നീ ലിബം ബ്ലെൻഡ് ചെയ്തോളാം.
എനിക്ക് ആദ്യം ബ്ലഷ് തീരെ ഇഷ്ടമില്ല, പക്ഷെ ഇപ്പം എനിക്ക് ബ്ലഷ് ഇല്ലാതെ പോകാനേ വരും. എനിക്കും ബ്രഷ് കുറച്ച് ഓവറല്ലേന്ന് തോന്നുന്നു എനിക്ക് ആദ്യം. പക്ഷെ ഓവറൊന്നുമില്ല. അൺറൈസ് ഒന്നും ഞാൻ അധികം കൺസീലർ വെച്ചിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അതൊന്നും അങ്ങോട്ട് ഡെയിലി ബേസിസിൽ അങ്ങനെ ചെയ്യാനൊന്നും ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു വർക്കിനും കൂടെ പോകാനുണ്ട്. അപ്പം ഞാനിനി ഈ മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്യാതെ സെയിം മേക്കപ്പിലാണ് പോണത്. അപ്പോൾ കുറച്ച് ഓവറല്ലേ? ഓവറൊന്നുമില്ല. അപ്പം ഞാൻ എനിക്കങ്ങനെ ഒരു ഡെയിലി ഇങ്ങനെ അൺറൈസ് ഒക്കെ ഭയങ്കരമായിട്ട് കൺസീൽ ചെയ്ത് അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാനതൊന്നും ചെയ്യാറില്ല. ഇപ്പം ഞാൻ നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ ഇല്ലേ, അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ആ ബ്രഷിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് മതി. എൻ്റെ കുറച്ച് ഡാർക്ക് സർക്കിൾ ആരെയും കണ്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇനി ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇത് ഇബൻ്റെ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് സംഭവം എനിക്ക് അവരുടെ പാക്കേജിൽ റിസീവ് ആയതാണ്. സംഭവം PR പാക്കേജിൽ കിട്ടിയതാണ്. പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ക്രീം ഹൈലൈറ്ററാണ്. ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ല് വലിയ സുഖമല്ല. ഒരു പഴയ സ്മെല്ല്. എന്തായാലും പഴയ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ടത്തെയൊക്കെ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പണ്ടത്തെ കമ്പനി എനിക്ക് എന്റെ ചില കാട്ടിക്കുട്ടിൽ കാണുമ്പോൾ തോന്നുന്നു എനിക്ക് വട്ടാണോ അമ്മി തോന്നാറുണ്ടോ? നല്ല ക്യൂട്ട് കട്ട് കണ്ടില്ലേ? നല്ല ക്യൂട്ടാണ്. കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ തോന്നുന്നു. അടുത്ത അയ്യോ വെഡിങ് ടെസ്റ്റ് ചെയ്യാണ്ടേനു. ക്രീമിന്റെ വലുത്ത് ഗൈസ് എവിടെയൊക്കെ തിളങ്ങണോ അവിടെയൊക്കെ നമ്മള് ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. കൂടിപ്പോയി അത്ര ആവേശം നല്ലതല്ല. കുറച്ച് ഓവറാണല്ലോ. ഞാൻ കുറച്ച് ഓവറാണ് ഐ മീൻ. ഇക്കാന്റെ ബാഗിൽ എത്ര സാധനങ്ങൾ നമ്മളതിലൊന്നും ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല, കുറച്ച് പൊടിഞ്ഞ സാധനങ്ങൾ. ഈ ടോണർ ഞാൻ അപ്ലൈ ചെയ്യാണ്. പക്ഷെ ഇത് ടോണർ സ്പ്രേ പോലത്തെ വേണം. ഇത് പ്ലം ഇല്ലെങ്കിൽ ഞങ്ങള് പോവാണ്. ഈ മൈമയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം കേട്ടോ എല്ലാരും. HAI വിനത്തിന് പറയാ MI അല്ലേ _. HAI_MI8 ലക്കി നമ്പറിന്റെ റോൾ നമ്പർ 8ഓ? പണ്ട് 7 ആയിരുന്നു. 6 ആണ്. ഇനി ഗൈസ് ഇനിയാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ ചിലപ്പോൾ ഐ മേക്കപ്പ് ആദ്യം ചെയ്യും, അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യാൻ ഒരു താല്പര്യം ഓരോ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം എന്താ മൂഡ് അതിനനുസരിച്ച് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷന്റെ ഒരു കുഞ്ഞി പാലറ്റ്. ആൻഡ് ഇതെനിക്ക് ലൈക്ക് എന്തോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. യാ, അപ്പൊ ഞാൻ ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് മേക്കപ്പ് റെവല്യൂഷന്റെ ഷെയ്ഡ് കറേജ് ആണെന്ന് തോന്നുന്നു. വാടി വാടി சேராமல் சேரும் தீராமல் தேடும் மூதாமல் மீனோடு
മുൻപക്കം തോന്നവനത്തേനും ഷെയ്ഡ് കുറച്ച് നല്ല ഷെയ്ഡ് തോന്നണല്ലേ ഇതാ തൊട്ടക്കിത്തമാ ഇത് വേറെ രീതിയിലെ പെണ്ണ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല രസമുണ്ട്. അത് ഇത്ത പാടുന്നത് വേറെ പോലെ കേട്ട് ആളും തോകിട എനിക്ക് ഗൈസ് പാട്ട് പാടുന്നുണ്ട്. ഞാനത് റെക്കോർഡ് ചെയ്ത് കണ്ട് കലോത്സവത്തിന് വരി അറിയില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പൊ ഇനി നമുക്ക് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. സം ഗ്ലിറ്റേഴ്സ്. ഗ്ലിറ്റർ ഈസ് എനിക്ക് ചെയ്യണമാണോ ഷൂട്ട്? രസം. കുറച്ച് ഒരു ഷിമ്മർ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. കാത് ഇപ്പൊ ഞാൻ ആദ്യം കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തു, പക്ഷെ അതായത് ഒരു കോപ്പറി ഷെയ്ഡ് എടുത്തു, പക്ഷെ അതെനിക്ക് അത്ര മാച്ച് ആയി തോന്നിയില്ല. സോ ഐ സ്വിച്ച്ഡ് ടു ദിസ് ഷെയ്ഡ് ആൻഡ് ദിസ് ഇസ് വാട്ട് വി യൂസിങ് നൗ. അപ്പൊ മറ്റേതിൽ നമ്മൾ മറ്റേ കുറച്ച് മിക്സ് ചെയ്യാൻ ബാധ്യസ്ഥയായി. ഷിമ്മേഴ്സ് കൈ വെച്ചിട്ട് മാറ്റ് ഷെയ്ഡ്സ് ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് ബ്രഷ്. ഇത് അപ്ലൈ ചെയ്തു. ഇനി അണ്ടർ ഐസിൽ എടുത്തോ, അണ്ടർ ഐസിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാണ്. ഇതാണ് ആർക്കും അറിയൂല, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഇട്ടുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അതിന് നമുക്ക് വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അതായത് ദ ബ്യൂട്ടീൻ്റെ എനിക്കൊരു ഫ്രീ കിട്ടിയ മസ്കാര നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഐലൈനർ ഇടാനി. മസ്കാര ഉണ്ട്, ഐലൈനർ, ലിപ്സ്റ്റിക്, അതൊക്കെയാണ് ഇനി ഇടാനുള്ളത്. ഇത് അത്രക്ക് അറിയുന്നില്ല. കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ. ഐലൈനർ ഞാൻ എൻ്റെ റീസെൻറ്റ് പെർച്ചേസ് അല്ല, PR വന്നതാണ്. എന്താണ് കറൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതുവരെ ഞാൻ കളർ ബാറിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് നൗ ഐ ഹാവ് സ്വിച്ച്ഡ് ടു ദിസ് വൺ ബിക്കോസ് ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ആൻഡ് യു മൈറ്റ് ബി തിങ്കിങ് വാട്ട് ഇസ് ദിസ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ചാടി വീണപ്പോൾ ഇവിടെ പൊട്ടിയിട്ട് കുറേ പ്രൊഡക്റ്റ് പോയി. അപ്പോൾ എനിക്ക് ഇത് ഇങ്ങോട്ട് ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പുകച്ചാലോചിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ്, ലൈക്ക് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഈ ബോട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലൂഗണിൽ വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കി ഈ കുപ്പി ഇങ്ങോട്ട് ബിൽഡ് ചെയ്തു. അപ്പം ഇതൊരു 2-3 ആഴ്ചയായി. 2 ആഴ്ചയായി, ഒരു കുഴപ്പമില്ല. 3 ആഴ്ചയായി ഉണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ കുപ്പിയായിട്ട് തന്നെ പോകുന്നുണ്ട്. സോ എനിക്ക് അഗെയിൻ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇതിങ്ങനെ നേരെ നിൽക്കൂല കേട്ടോ. അപ്പം മറിഞ്ഞ് വീഴാൻ തുടങ്ങും. നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഐ വോണ്ട് മൈ മിറർ സോ ക്ലോസ് ടു മീ ബിക്കോസ് ഐ ഹാവ് ടു ബി ലൈക്ക്, എനിക്ക് ആ വിഷൻ നല്ല പ്രിസൈസ് ആയിട്ട്, വിഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. സോ ഐ ക്യാൻ അപ്ലൈ ദിസ് ഐലൈനർ സോ പ്രിസൈസ്ലി. ഞാൻ ഒരു സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സ്റ്റെൻഡിങ് ടു ദ ഔട്ടർ കോർണർ. നല്ല രസമുണ്ട്. പോടാ, നല്ല രസം. ഇത്താടിക്കാണ് അടിയിലിട്ടോ ഏതോട്ട് ഇത്ത പീച്ച്. ഇതുവരെ ഞാൻ പച്ച മലയാളമല്ലേ പറഞ്ഞോണ്ടിരുന്നത്. എനിക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ തോന്നുമ്പോൾ ഞാൻ പറയും. ഇനി വ്യൂസ് കിട്ടൂല എന്ന് എനിക്ക് കുഴപ്പം. വ്യൂസിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇംഗ്ലീഷ്. ഈ ഇവിടുന്ന് പോവോ? ഈ പോയാൽ കുറച്ചും കൂടെ സ്വൈര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവും. എനിക്ക് 2 ചോദ്യമുണ്ട്. താല്പര്യമില്ല. ഇർഫാനൊക്കെ ആരെ കൊടുത്ത് നമ്പർ ഒരു ഗ്രൂപ്പ് കിട്ടിയോ? ആരാണ്? ആനക്ക് പരപ്പനങ്ങാട് വർക്ക് ഉണ്ട്, നമ്പർ 8. പിന്നെ തലേന്നത്തെ വർക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ പറഞ്ഞിരുന്നു. നവംബർ അല്ലേ?
അതിപ്പോ തന്നെ അല്ലെങ്കിൽ മറന്നു പോവും. മറന്നു പോകുന്നില്ല. ഇതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചെയ്യണമെന്ന് ഓർമ്മയെന്ന് എടുത്തിട്ടല്ലല്ലോ ചെയ്യണത്. ഇർഫാന്റെ വർക്ക് എക്സലുണ്ട്. സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ആർക്കൊക്കെയാണ് അസൈൻ ചെയ്യാനുള്ളതെന്ന് നോക്കും. അപ്പം കൺഫർമേഷൻ ബില്ലും നോക്കും. അപ്പൊ അവരുടെ മെഹന്തി ഉണ്ടോ നോക്കും. മെഹന്തി അതിൽ മാർക്ക് ചെയ്തിട്ടില്ലേ? മെഹന്തി അല്ല വർക്ക് ചെയ്യാൻ. ഇനി എന്താ സബ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, ഷീറ്റ്, അത് എടുത്തൊക്കെയാണ് വേണ്ടത്. അതിലാണ് ഞാനൊക്കെ മാർക്ക് ചെയ്യണത്. പട്ടി കൊണ്ടേ കളിച്ചത്. ആനാലും இந்த മയക്കം ആനാലും എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണ് പറ്റിയപ്പോ എന്ത് സന്തോഷാണ് രണ്ടാക്കും. അത് പണ്ട് അങ്ങനെയാണ് വീണ് കല്ലുമ്മ കുത്തിയത്. ഞാൻ അംഗനവാടി പഠിക്കുമ്പോ. എനിക്കില്ല, ബോത്തൊന്നുമില്ല, കാലുമുണ്ട്. എനിക്കൊക്കെ ഉണ്ട്, പൊട്ടിക്കുന്നുണ്ട്. ഓടി കളിച്ചപ്പോ ഗ്രില്ല് തട്ടിയാണ് പൊട്ടിയത് പോകുന്നു. അതാണോ എനിക്ക് ഇവിടെ അങ്ങനെ ചെത്തിപ്പോയ പോലെ ഒരു ഷേപ്പും ഇല്ലാതെ? എനിക്ക് അതിനകത്തിന് പക്ഷെ കുറെ ഫിൽറ്റേഴ്സ് തന്നിട്ടുണ്ട് ഗൈസ്. I'm loving this flawless look you guys. ഞാൻ ഫോണിലൊരു മഞ്ഞ No, you are so perfect my dear sister. No, ഞാൻ ഇട്ടോളാം. തട്ടല്ലോ. അതാ ഇപ്പൊ തന്നെ എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു ഇവിടെ അകത്ത്. മലർകളെ 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 ഉരുകിയതേ എനതുള്ളം എഴുകിയതേ വിഴി വെള്ളം എന്നോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോട് നീതാൻ ഇങ്ങനെ കളിച്ചാ മേഘം This is our Ani guys. അപ്പൊ ഇതാണ് നമ്മളുടെ ഐലൈനർ ഇട്ട് അത്ര ഇഷ്ടായിട്ടില്ല, എന്നാലും രസമുണ്ട് കളറാണ്. നിന്റെ കായ അങ്ങനെ ഇങ്ങനെ ഹല വേവ് വന്നിരിക്കും. തിരമാല പുതിയ ഡിസൈനാണ്. ഇതാണ് ഗൈസ് എൻ്റെ കൊച്ച് താത്ത. കൊച്ചു ബേബി. And now we are applying some lip balm. ഇതിന് ഒരു ഇത് ലിബാം ഇത് ഷെയ്ഡ് മൈഗ്ലാമിന്റെ ലിബാമോ ഇതോ ഈ ഗേൾ. എല്ലാരും ചോദിച്ചു ഞാൻ എന്താ ചിരിക്കാത്തത്. ഞാൻ കമ്പി ഇട്ടിട്ടുണ്ട് ഗൈസ്. അല്ല, ഞാൻ ഇപ്പൊ എന്തിനാ ലിപ് ബാം എടുത്തത്? ആദ്യം ഇതാണ് കണ്ടപ്പോ ഇത് എടുത്തു കേട്ടോ. മസ്കാരൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിരുന്നു. ലിപ് ബാം ലിപ് ലൈനർ ആണ് കേട്ടോ. ലിപ് ബാം ഞാൻ നേരത്തെ മാറി പറഞ്ഞതാ. ഒരു കോൾ വരുന്നു ഗൈസ്. വാട്സാപ്പിന്ന് മൂസിനൊക്കെ ഒന്ന് കോൾ ചെയ്ത് അവളോട് ടൈം പറ. അവള് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നമ്മളെ അവളുടെ വീടിന്റെ ആയിക്കൂടെയാണോ പോണത്? അല്ല, അതൊക്കെ നമുക്ക് അയച്ചു തന്നോളൂ. അവരുടെ നിയർ ബൈ എവിടെയെങ്കിലും തന്നെ ആയിരിക്കുമല്ലോ. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ ഐലാഷ് കേൾ ചെയ്യണം.
ഐലാഷ് കളർ എടുത്തിട്ടുണ്ട്. ഐലാഷ് കേൾ ചെയ്യാണ്. ഇത് കണ്ടോ ഗൈസ്, ഐലാഷ് കേളർ വെച്ചിട്ട് കേൾ ചെയ്തതും കേൾ ചെയ്യാത്തതും തമ്മിലുള്ള ഡിഫറൻസ്. കണ്ണോടും നീതാൻ നീതാൻ അങ്ങനൊന്നല്ല, അത് വേറെ ഏതോ ഇതിന്റെ രീതി അല്ല. അതല്ല അല്ല, എനിക്ക് വീലല്ലെങ്കിൽ ശരിയാക്കാൻ പോണല്ലോ. അങ്ങനല്ല ആനി. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണം കേട്ടോ. ആ അല്ല, നേരത്തെ ഈ വീൽ അലൈൻമെന്റ് നന്നാക്കിട്ട് വാ. എനിക്ക് വെയ്യ ചൂടത്തൊന്നും അങ്ങനെ നിക്കാനേ. വരല് നമ്മളങ്ങനെയാണ് പോവുക. ഞാൻ വന്നിട്ട് പിന്നെ അങ്ങനെ തന്നെ പോവുക. ആ മസ്കാര അപ്ലൈ ചെയ്തു, ഐലാഷ് കേൾ ചെയ്തു. നൗ മസ്കാര അപ്ലൈ ചെയ്യണം. ഇത് ഹുദ ബ്യൂട്ടിന്റെ എന്തോ ഒരു സാധനം വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് നോക്കണം എന്നിങ്ങനെ കേട്ടോ. അപ്പോ ഐ തിങ്ക് ഇപ്പൊ നമുക്കത് ചെയ്യാം. ഇതെങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാന്നും കൂടി അറിയില്ല. അത് വിളിച്ച് പറയേ, വാട്സപ്പിൽ വിളിച്ച് പറയല്ലോ. ഇതെന്താ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാ? പക്ഷെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരുമോ? ആദ്യം ഇവിടെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇങ്ങനെ പൊട്ടിക്കണോ? അങ്ങനെ അതാ കിട്ടി. എന്നിട്ട് ഇതിങ്ങനെ പുള്ള് ചെയ്യാം. എങ്ങോട്ടാ ട്വിസ്റ്റ് ചെയ്യണ്ടേ? കിട്ടി. റൈറ്റ് സൈഡ് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ. ഓക്കെ. ഇതെന്താ? എന്റെ കണ്ണിലേക്കല്ല. ഇതെന്താണ്? ചീപ്പ് ബ്രഷ്. പ്രൊഡക്റ്റ് ഒക്കെ ആകെ ഡ്രൈ ആയിട്ടുണ്ടല്ലോ. പ്രൊഡക്റ്റ് ഒക്കെ ആകെ ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്. അതിനി ബ്രഷ് മാത്രമാണോ അവർ ഉദ്ദേശിച്ചത്? കീ ആയിട്ടല്ല, ഇത് കേളിംഗ് ബ്രഷ്. മറ്റേത് വോളിയം ബ്രഷ് ഒക്കെ ആയിരിക്കാം മേ ബി. അപ്പോൾ അത് വേണ്ട. അതൊരു ദുരന്തമായതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അവരുടെ ബ്രഷ് ആണെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇബന്റെ മസ്കാരയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാണ്. ഇത് അടിപൊളിയാണ്. വേറെ അടിപൊളിയായിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ മേബലിൻ്റെ ഒക്കെ ഏതെങ്കിലുമൊക്കെ മതി. നാളല്ല ഇന്നല്ലേ ശനി. അന്ന് വരും മസ്കാര. La tiri putiri mundiri chepo, kambi teri matapo. La tiri putiri mundiri chepo, kambi teri matapo. മനസ്സേ ആസ്വദിക്കൂ ആവോളം. സ്വന്തമായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. എനിക്ക് അങ്ങനെ പഠിപ്പിച്ച ഹെയർ സ്റ്റൈലൊക്കെ എന്റെ മുടിമ തന്നെ ചെയ്യാന് ഇല്ലല്ലോ. ചിലതൊക്കെ പറ്റും, ചിലതൊന്നും കഴിയൂല. ചായ ഒരുങ്ങിക്കോട്ടോ, ഞാൻ ഇനി ഒരുക്കുണ്ടാവില്ല. ഇനി നമ്മള് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്യാണ്. എന്ത് അത് ബാഡ് ആണ് ഗൈസ്, ബാഡ്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു ഗൈസ്. ഇത് കുറച്ചുകൂടി ഇവിടെ എല്ലാരും ഭയങ്കര പ്രകൃതിയായ മേക്കപ്പിലാണ്. ഞാൻ മാത്രം മസ്കാറിന്റെ അടുത്ത് ഏത് എത്തൂല ഗൈസ്. ഇതാണിത് ബെറ്റർ. മറ്റേതൊന്നും ബെറ്റർ അല്ല, ഇതാണ് ഗുഡ്. ഐ തിങ്ക് Maybelline is better. ലോറിയൽ പാരീസിന്റെ സ്നൂസ് യുവർ അലാം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സില്. നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിക്കണം. ഇത് ഞാൻ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതാണ് എനിക്ക് ക്യാരി ചെയ്യാൻ എളുപ്പത്തിന്. കണ്ണിന്റെ പുറത്ത് വേണ്ട. അമ്മി കണ്ണ് പൊട്ടിക്കുക, എല്ലാവരും കണ്ണടച്ചോ. അപ്പൊ കഴിഞ്ഞു ഗൈസ്. ഇത്രയുള്ളൂ നമ്മളുടെ ഒരു മേക്കപ്പ്
ആൻഡ് ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുണ്ട്, പിന്നെ സാരി ഉടുക്കാനുണ്ട്, അതെല്ലാം ചെയ്യണം. ഐ എം സോ എക്സൈറ്റഡ് ടു വെയർ ദോസ് സാരി. ദാറ്റ് സാരി ഞാൻ അവിടെ കണ്ടോ റിപ്ലീറ്റ് ചെയ്ത് അയേൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കത് ഉടുക്കണം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പം സമയം ഒരു 9 മണിയാവാൻ പോവാണ്. സോ ക്വിക്ക്ലി നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആൻഡ് വിൽ കം ബാക്ക്. സോ ബൈ ഫോർ നൗ. സോ ഗൈസ്, നൗ വി ഹാവ് ടു വെയർ ദ സാരി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് നമ്മളെല്ലാവരും, ഞാൻ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഡ്രൈപ്പ് ചെയ്യണം. പിന്നെ എന്നിട്ട് ചെയ്യല്ലേ ഹെയർ ആനി? അതോ ഹെയർ ആദ്യം ചെയ്യണോ? AC ഓൺ ചെയ്യേ. എന്തിനാണ് ഈ കളറൊക്കെ ഇറക്കിയത്? അത് മിക്സ് ചെയ്യാനാണ്. പക്ഷെ അപ്പോൾ ഇനി നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ബ്ലൗസ് ഒക്കെ ഇട്ട് കുറച്ച് ഡ്രൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബനാറസി സിൽക്ക്, ബനാറസി സിൽക്ക് ആണെങ്കിൽ ലാസ്റ്റ് കിട്ടിയെന്ന്. ഈ ഷൈനും ഭയങ്കര ഇഷ്ടമായി. ഷൈനാണെങ്കിൽ ഇതന്നെ മതി എന്ന് പറയായിരുന്നു. ഇതിട്ട് നല്ല ഭംഗിയുണ്ടാകുന്ന പറഞ്ഞിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ചിലർക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. ആനിക്ക് ഇഷ്ടമായില്ല, അഫർക്ക് ഇഷ്ടമായില്ല. അതിന് അതിൻ്റെ ഉള്ളിൽ പോന്നാ എനിക്കിഷ്ടായി. എനിക്കിഷ്ടായി. ഇഷ്ടമില്ല. എനിക്കിഷ്ടായി. ഇങ്ങോട്ട് വാ. എനിക്ക് പെണ്ണാണ് പൊട്ടൻ വന്നത്. ഇത്തവണ പൊട്ടനും വരുന്നുണ്ട് ഓണത്തിന് അറിയുന്നത്. ചായ ഗൈസ്, ബോഡി ഷെയ്മിങ്ങിന് ഇവിടെ ഞാൻ ഡിവോഴ്സ് ചെയ്യണ്ടേ? വേലി സാരി തന്റെ കൊടവയറൊന്ന് നോക്കി വെക്ക ആദ്യം. അപ്പൊ ഗൈസ് നമ്മള് മാലിടാണ്. ഈ പോടുന്ന അങ്ങട്ട് അക്കല്ലട്ടന്റെ വീഡിയോ ഇത് കുട്ടികളൊക്കെ കാണുന്ന വീഡിയോ ആണ്. എന്റെ എന്താണ് നല്ല രസമുണ്ടാ മാല. ഓ എന്തൊരു ഭംഗിയില്ലേ. ചായ ഇവിടുന്ന് പോയിക്കാ. എന്തൊരു ഭംഗിയില്ലേ. ക്യൂട്ട് മാലിന്യ. മീഷോന്ന് കുറച്ച് റേറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. എന്ത് ഭംഗി, എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെയോ മലാൾ. ഇതിന്റെ തന്നെ ഇയറിംഗും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത് വേറെ ചെയ്യണോ അതോ കുഞ്ഞി ഇയറിംഗ് ഉണ്ട്. പക്ഷെ ഇത് വേണ്ടല്ലോ, ഇത്ര സിമ്പിൾ. ഞാൻ വേറൊരു കമ്മൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. അവിടുന്ന് മാറ്. വൺ എക്സിലാണിത്. അപ്പൊ ഗൈസ്, ഇത് ഞാൻ ഓണലുക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഞാൻ കുറച്ച് വേറെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫാൻസിയിൽ പോയതായിരുന്നു. ഇവിടെ മഞ്ചേരിയിൽ തന്നെ, മഞ്ചേരി കിലുക്കത്തിൽ പോയതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇത് കണ്ണിലുടക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. അധികം റേറ്റ് ഇല്ല, 110 ഒക്കെ ഉള്ളൂ. അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലിന് കുറച്ച് കുറവാണ്. കുറവ് എന്നല്ല, നല്ല വേർത്താണ്. എന്തൊരു ഭംഗിയില്ലേ. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാലയിലേക്ക് ഈ കമ്മൽ അത്ര മാച്ചില്ല ഇല്ലല്ലോ. ഐ തിങ്ക് സോ. പക്ഷെ നല്ല രസമുണ്ട് മാറ്റിയിട്ട്. ഈ മാല ഒഴിവാക്കണോ? നല്ല രസമുണ്ട്. പക്ഷെ ഇത് മാച്ചില്ലല്ലോ. അങ്ങനെ വന്നത് മാലയുടെ ആനി പൊട്ട് ബോക്സ് എടുത്ത്. അപ്പൊ ഗൈസ്, നമ്മളൊന്ന് പൊട്ടിട്ട് നോക്കുകയാണ്. ഉമ്മച്ചി മിക്കവാറും ഓടിക്കുമ്പോ അവിടെ വന്ന് കുറച്ച് ഡയലോഗ് അടിച്ച് പോയിട്ടുള്ളൂ, പൊട്ടടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊന്ന് ഇട്ട് നോക്കുകയാണ്. ചീത്ത കേൾക്കുമ്പോൾ നമ്മൾ ഊരിടും. ആ പൊട്ട് ബോക്സ് എടുക്ക്. കമ്മലിട്ട പോലെ, ഈ മോതിരങ്ങൾ ഇട്ട പോലെ, മാലിട്ട പോലെ ഒരു സാധനം അല്ലേ? ആ അത്ര ഉള്ളൂ പൊട്ട്. ഐ ഷോൾ ചൂസസ് റെഡ് വൺ എടുക്കണോ? കുറച്ച് വലിയ പൊട്ടെടുത്തു. സോ ഗൈസ്, ഐ സ്ട്രൈറ്റ് മൈ ഹെയർ. വെൽവെറ്റ് പൊട്ട് വേണ്ട, നമുക്ക് ഈ ഒരു ഓറഞ്ച് ഇട്ടാലോ? ഓറഞ്ച് അത്ര മാച്ചുണ്ടോ? എനിക്കിഷ്ടമായില്ല. ഇവിടെ തന്നെ പൊട്ട് പൊടിച്ചും നല്ല ഇഷ്ടം പൊട്ട് കാണാൻ.
ഒരു കിളിപ്പച്ച ഉണ്ട് ഇതിലേക്ക് പറ്റും നോക്കിയാലോ. ഈ പൊട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമൊക്കെ. ഈ പൊട്ട് വേണ്ട, വെൽവെറ്റിന്റെ പൊട്ട് മതി. എനിക്കും വരുന്ന നോ 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 നോ. എന്ത് രസം, എന്ത് രസല്ലേ എന്തിനാ വെറുതെ. സൂപ്പർ പൊട്ട്. പിന്നെ ചെറിയൊരു ഗ്ലിറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ, കാണുന്നുണ്ടോ? എന്റെ ഫേവറേറ്റ് കളർ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഫൈനൽ ഫോട്ടോസും വീഡിയോസും എടുക്കണം. ഇതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും. സോ പ്ലീസ് ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഫോർ മോർ അപ്ഡേറ്റ്സ്. നീ ആൾസോ ഹെന്ന എന്നാണ് കേട്ടോ എന്റെ ഇൻസ്റ്റഗ്രാം പേജ്. എന്റേത് ഹെസ ആൻ. എല്ലാരും എന്റെ ഹെസാനിൽ എന്റെ ഫോട്ടോസ് ഉണ്ടാവില്ലോ. ഇന്ത്യ ഉണ്ടാവല്ലേ ഗൈസ്. ഇനി ഇന്ത്യ ഡാൻസസ് കാണാൻ താല്പര്യമുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണാം. ഹൈമിക്ക് ഉണ്ട് കേട്ടോ ഗൈസ് ഇൻസ്റ്റ. ഹൈമി കുറച്ച് HAI_MI8. ഹെസ ആൻ എല്ലാരും ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിച്ചും എന്താണ് ഈ 8ന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്റെ ലക്കി നമ്പർ, എന്റെ റോൾ നമ്പർ എല്ലാം അതാണ്. നമുക്ക് സമയമായിട്ടോ പോവാനിക്ക് വണ്ടി. ഫൈനൽ ഷൂട്ട്സ്. കുറച്ച് ഹെയർ സീറം കൂടി അപ്ലൈ ചെയ്യാണ് ഹെയറില്. ഇന്ന് ഞാൻ ആക്ച്വലി ബൺ ചെയ്താലോ എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ബൺ പ്ലാൻ മാറ്റി ഓപ്പൺ ഹെയർ പ്ലാൻ ആക്കി. ഇതിപ്പോൾ ഞാൻ ഇന്നലെ അങ്ങോട്ട് കുളിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരു 2 ദിവസം കൂടി കുളിക്കാതെ ഇങ്ങനെ ഹെയർ വെക്കുമ്പോൾ, അതായത് മേൽ കഴുകും ഹെയർ കഴുകാതെ വെക്കുമ്പോൾ എൻ്റെ ഹെയർ നല്ലൊരു ടെക്സ്ചറിലേക്ക് ഇങ്ങനെ വരും. ലൈക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ കേൾസ് അതിൽ രൂപപ്പെടും. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അല്ലല്ലോ, ഇന്ന് അങ്ങോട്ട് കുളിച്ചതേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം ജസ്റ്റ് ഒരു ദിവസമെങ്കിലും വെക്കണം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ആവും. കുളിച്ച അതേ ദിവസം ഹെയർ കുറച്ച് മോശമായിരിക്കും. ജസ്റ്റ് ഇവിടെയുള്ള ഹെയർ മാത്രം അങ്ങനെ കൊടുക്കണോ, അതോ ഫുൾ ഓപ്പൺ ആയിട്ട് ഇടണോ? ഒന്നുകൂടി ആന പിടിച്ച ഓപ്പൺ ആക്കിയിട്ടാ. നമുക്ക് നമ്മളുടെ മൂഡ് ഇൻസ്റ്റന്റ്ലി ഒന്ന് എലിവേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കയാലിൻ്റെ വാനില ആണിട്ടത്. കുറച്ച് ബാംഗിൾസ് ഇടണം. സോ ഐ ഷാൾ ഗെറ്റ് യു മൈ ബാംഗിൾ ബോക്സ്. ദിസ് ഇസ് മൈ ബാംഗിൾ ബോക്സ്. എനിക്കും വേണട്ടോ ഷൂട്ട് ചെയ്യുമ്പോ ഇതിന് വേറെ കുട്ടികളായി 4 വയസ്സുള്ളപ്പോ പുതിയ നാൾക്ക് എത്ര മുടി മുന്നിക്ക് വരുമ്പോ ശരിയാണ്. ഇന്ന് നമ്മള് ഫ്ലവർ വെക്കാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അതും അടുത്തത് ഹൈമി സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഓണം മേക്ക് ഓവർ. ഇനി ഒരു ഓണം മേക്ക് ഓവറും കൂടെ വരാനുണ്ട്, അത് ഞാൻ വീണ്ടും എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. സോ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഇതിൻ്റെ ഷോർട്സും റീൽസും എല്ലാം വരുന്നുണ്ട്. റീൽസൊക്കെ കാണാനായിട്ട് എൻ്റെ ഹെന്ന എൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.